നമ്മളങ്ങനെ പറമ്പിക്കുളത്തിൻ്റെ വനമേഖലയിലേക്ക് കടന്നിരിക്കുകയാണ്. ശരിക്കും നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് തമിഴ്നാട്ടിലൂടെയാണ്. തമിഴ്നാട്ടിലൂടെ മാത്രമേ ഈ പറമ്പിക്കുളത്തേക്ക് ഒരു വഴിയുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ഈ സ്ഥലം ആനമലൈ ടൈഗർ റിസർവ് എന്നറിയപ്പെടുന്നതാണ്. തമിഴ്നാട് വനത്തുറയുടെ, അതായത് തമിഴ്നാട് വനംവകുപ്പിൻ്റെ ടൈഗർ റിസർവാണ്. നാഷണൽ പാർക്ക് തന്നെ ആയിട്ട് സംരക്ഷിക്കുന്ന സ്ഥലമാണ്. പറമ്പിക്കുളം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണ്. പോരാത്തതിന് അത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. പാലക്കാട് നിന്ന് ഏകദേശം 90 കിലോമീറ്റർ അകലെയാട്ടോ ഈ പറമ്പിക്കുളം എന്ന് പറഞ്ഞാൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം. ഇതും ടൈഗർ റിസർവ് തന്നെയാണ്. അപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളുടെയും ശരിക്കും ഒരു വനപ്രദേശം തന്നെ രണ്ട് പേരിൽ അറിയപ്പെടുന്നു മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു അണക്കെട്ടുണ്ട് ഇവിടെ. പറമ്പിക്കുളം നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന് ചുറ്റുമായിട്ടാണ് ഈ ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രം. 285ഓളം ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ബൃഹത്തായിട്ടുള്ള വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് നമ്മുടെ പറമ്പിക്കുളം. അപ്പോൾ അതിലെ കാഴ്ചകൾ കാണുന്നതിനായിട്ട് പോകുന്ന വഴി മുഴുവൻ മുളങ്കാടുകളാണ്. റോഡ് സൈഡിൽ ഇരുവശവും ഇതുപോലെ മുള അല്ലെങ്കിൽ ഇല്ലി നല്ല രീതിയിൽ വളർന്ന് നിൽക്കുന്നുണ്ട്. അതിനപ്പുറം തേക്ക് പ്ലാന്റേഷനാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ സേത്തുമട എന്ന സ്ഥലത്തൂടെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ തിരിഞ്ഞ് പോകുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. തമിഴ്നാട്ട് പൊള്ളാച്ചിക്ക് ഒരു 4 കിലോമീറ്റർ ഇപ്പുറമുള്ള സേതുമട എന്ന സ്ഥലത്തുകൂടിയാണ് പറമ്പിക്കുളത്തേക്കുള്ള പ്രധാന ഈ റോഡ് പോകുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനമലൈ വന്യജീവി സംരക്ഷണ കേന്ദ്രവുമായിട്ട് ഇത് ചേർന്ന് കിടക്കുന്നു. അതുപോലെ പ്രസിദ്ധമായിട്ട് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും ടോപ്പ് സ്ലിപ്പ് എന്നൊരു സ്ഥലം. അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ബസ് ആകെ 2 ബസ്സേ ഉള്ളൂ. അത് ഒന്ന് തമിഴ്നാട് സർക്കാരിൻ്റെയാണ്. അത് ഉച്ച കഴിഞ്ഞ് 2 മണിക്കോ 3 മണിക്കോട്ടെയാണ് പോരുന്നത്. ഒരെണ്ണം നമ്മുടെ KSRTC ആണ്. അത് കൃത്യം 9:45 9:50 ആകുമ്പോഴത്തേക്കും പൊള്ളാച്ചി സ്റ്റാൻഡിൽ നിന്നും പോരും. പാലക്കാടിൻ്റെ വണ്ടിയാണ്, പാലക്കാട് നിന്നുള്ള വണ്ടിയാണ്. അപ്പോൾ ടോപ്പ് സ്ലിപ്പ് കഴിഞ്ഞ് വീണ്ടും പറമ്പിക്കുളത്തേക്കുള്ള യാത്ര. ഇനി നമ്മൾ താമസിക്കാൻ്റെ തന്നെ കേരള ബോർഡറിലേക്ക് എത്തിച്ചേരും. അവിടുന്ന് ഏകദേശം ഒരു 18-20ഓളം കിലോമീറ്ററാണ് പറമ്പിക്കുളത്തിനുള്ളത്. മെയിനായിട്ടും പ്രധാനമായിട്ടും പറമ്പിക്കുളം ആനകളുടെ താവളം എന്ന് തന്നെയാണ്. അത് കൂടാതെ തന്നെ അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ ഇവിടെ തമിഴ്നാട് അവസാനിക്കുകയാണ്. നമ്മൾ കേരളത്തിലേക്ക് കയറിയിരിക്കുന്നു. ഇനി ഉള്ള കാഴ്ചകൾ പറമ്പിക്കുളത്തിൻ്റെ കാഴ്ചകളാണ്. ഞാൻ പറഞ്ഞ പോലെ ആനകളുടെ ഒരു പ്രധാന സ്ഥലം, അതുപോലെ തന്നെ കാട്ടുപോത്ത്, മ്ലാവ്, വരയാട്, അതുപോലെ മുതല, ചുരുക്കം കടുവകളേ ഉള്ളൂ, പുള്ളിപ്പുലികളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ ടൈഗർ റിസർവ് കടുവ സംരക്ഷണ കേന്ദ്രം എന്നൊരു പേര് ഇതിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വിവിധ ഇനത്തിലുള്ള സസ്യജാലങ്ങളുടെ ഒരു വാസസ്ഥലം ഉള്ള സ്ഥലം കൂടെയാണ് ഈ പറയുന്ന പറമ്പിക്കുളം എന്ന് പറഞ്ഞത്. അപ്പോൾ പറമ്പിക്കുളത്തെ കാഴ്ചകൾ ഒരു ആന അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഒരു സ്റ്റില്ലായിട്ട് എടുത്തു. കുറച്ച് അകലെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മുടെ ക്യാമറയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഏതായാലും അവിടെ ഒരാന ഈ പോകുന്ന കാഴ്ചയിൽ ഒരാനയെ കാണാൻ പറ്റിയത് തന്നെ വളരെ ഭാഗ്യമായിപ്പോയി. അത് സാധനം അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പം അങ്ങനെ ആനയുടെ കാഴ്ചകൾ നമ്മൾ കേരളത്തിലെ വനപ്രദേശത്ത് ആദ്യമായിട്ടോട്ടോ ഞാൻ ഒരു ആനയെ കണ്ട. കാര്യം മൂന്നാർ സൈഡിൽ കൂടെയൊക്കെ ഒരുപാട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും ഒരു ആന കേരളത്തിൻ്റെ വനഭാഗത്ത്
മൈസൂർ റോഡുകളിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. മുത്തങ്ങ ആ സൈഡിൽ അപ്പുറത്ത് ഇഷ്ടം പോലെ തന്നെ കണ്ടിട്ടുണ്ട് ആനകളെ ഞാൻ. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഒരു ആനയെ കാട്ടാനെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അതും ഈ പറമ്പിക്കുളത്ത് വരേണ്ടി വന്നു. അതുപോലെ വേറൊരു ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ഇതാണ് കാട്ടുപോത്തെന്ന് പറഞ്ഞത്. കാട്ടുപോത്തുകളും ഈ പറമ്പിക്കുളത്ത് ഇഷ്ടം പോലെ ഉണ്ടെന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പുസ്തകങ്ങളിലേക്ക് പോയിരിക്കുമ്പോൾ ഇഷ്ടം പോലെ മാനിൻ്റെ കാഴ്ച. ഒരു 10-30 മാൻ കുഞ്ഞുങ്ങളും വലുതും ചെറുതും എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു അതിമനോഹരമായ കാഴ്ച. മാനിനെ ഈ പറഞ്ഞ പോലെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു പ്രത്യേകിച്ച് നമുക്കൊരു വാത്സല്യമായിരിക്കും മാനിനെ കാണുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ വീണ്ടും ഈ ഇടതൂർന്ന് നിൽക്കുന്ന മുളകളുടെ ഇടയിലൂടെയാണ്. അപ്പോൾ പറമ്പിക്കുളം ഡാമിൻ്റെ റിസർവോയറിൻ്റെ ആയിരിക്കും നമ്മൾ ഇടയ്ക്ക് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് പോകുന്നത്. അതുപോലെ നിറച്ച് തേക്ക് പ്ലാന്റേഷനാണ് ഈ പോകുന്ന വഴി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വിവിധ ഇനങ്ങളിലുള്ള സസ്യജാലങ്ങളിൽ ആ ഒരു സസ്യജാലങ്ങളുടെ ഒരു പ്രത്യേകതയും കൂടെ നമുക്കിവിടെ കാണാം. പലതരത്തിലുള്ള മരങ്ങളും ഒക്കെ വനപ്രദേശം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പല മരങ്ങളും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇവിടുത്തെ ഒരു ചെറിയ ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഡാമിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ബസ്സിൽ ഇന്നിങ്ങനെയുള്ള യാത്ര ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഇറങ്ങി കാഴ്ചകൾ കാണാനുള്ള ഒരു ഇതില്ലാണ്. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തേക്ക് മരമായിട്ടുള്ള കന്നിമരം ഇവിടെ ഈ പ്രദേശത്ത് എവിടെയാണ്. ഇത് തൂണക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വനത്തിലൂടെ സാഹസിക യാത്രയ്ക്ക് പോകാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഫോറസ്റ്റിൻ്റെതായ വണ്ടികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുൻവശത്ത് കുറേ പലചരക്ക് സാധനങ്ങളും അതുപോലെയുള്ള കുറേ ആവശ്യ വസ്തുക്കളൊക്കെ കയറ്റിയിട്ടുണ്ട്. ഈ കാണുന്നത് പറമ്പിക്കുളം ഡാമിൻ്റെ റിസർവോയറാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വനപ്രദേശത്തുകൂടിയാണ് ഈ യാത്ര. ശരിക്കും അത് ഒരു പ്രാവശ്യം ശരിക്കും ആസ്വദിക്കേണ്ട ഒരു നമ്മൾ വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലെ കാഴ്ചകളൊക്കെയാണ്. ഇവിടെ കണ്ടോ, ഈ കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് ഇവിടെ ഈ തേക്ക് പ്ലാന്റേഷനാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വനമേഖല. അധികവും തേക്ക് മരങ്ങളുടെ കാഴ്ചയാണ്. അതായത് പ്ലാന്റേഷനായിട്ട് തന്നെ തേക്ക് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ്. ഈ ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് കാട്ടുതീ കൂടുതൽ പടരാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ശരി, അപ്പോൾ ഗുഡ് ബൈ.